ആ അതാ ആന ആന. ഇതാ നോക്കേ, കൊമ്പൻ കൊമ്പൻ. ഇതോ അവിടെയായിട്ട് കുറച്ച് മാൻകൂട്ടങ്ങളെ കാണാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ ഗൂഡല്ലൂർ ഇന്നലെ വന്ന് റൂം എടുത്തു, സ്റ്റേ ചെയ്തു, പുറത്തോട്ട് വന്നിരിക്കുവാണ്. റൂമിന് 300 രൂപയായിരുന്നു ചാർജ്. അത്യാവശ്യം നല്ല റൂമായിരുന്നു, കുഞ്ഞു റൂമായിരുന്നു. അങ്ങനെ റൂമിൽ നിന്നും വെക്കേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഈ ഒരു ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് ചെറുതായിട്ട് ഞാനൊരു ഐഡിയ തരാം. എന്ന് പറഞ്ഞാൽ മൂന്നാർ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും, മൂന്നാർ കേരളത്തിലാണെങ്കിലും അവിടെ എങ്ങോട്ട് നോക്കിയാലും തമിഴ് ആൾക്കാരായിരിക്കും. കച്ചവടം നടത്തുന്നവരും ഓട്ടോ ഓടിക്കുന്നവരും എല്ലാവരും തമിഴ് ആൾക്കാരായിരിക്കും. അതേപോലെയാണ് ഈ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ സ്ഥലം. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് കൂടുതലും മലയാളികളാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഗൂഡല്ലൂർ. സാധനങ്ങൾക്കൊന്നും വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ജീവിക്കാൻ പറ്റിയ നാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം കുറച്ചധികം സ്ഥലങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ളൊരു ജംഗ്ഷനാണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് പോകാം, സുൽത്താൻ ബത്തേരി, മലപ്പുറം, പിന്നെ കർണാടകയിലെ ഗുണ്ടൽപേട്ട്, അങ്ങനത്തെ പല പല സ്ഥലങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ളൊരു സ്ഥലമാണ് ഈ ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഗൂഡല്ലൂരിൽ നിന്നും ഗുണ്ടൽപേട്ടേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും 50 കിലോമീറ്റർ ഉണ്ട് ഗുണ്ടൽപേട്ടേക്ക്. ഗുണ്ടൽപേട്ടേക്ക് പോകുന്ന റൂട്ടെന്ന് പറയുന്നത് ഒരു വനപാതയാണ്. എന്ന് വെച്ചാൽ 2 ടൈഗർ റിസർവ് ഉണ്ട്. ഒന്ന് തമിഴ്നാടിൻ്റെ മുതുമലൈ ടൈഗർ റിസർവും ഒന്ന് കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും. അപ്പോൾ ഈ 2 ടൈഗർ റിസർവ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴും സമയം രാവിലെ 10 മണിയായിട്ടുണ്ട്. ഇപ്പോഴും പോയാൽ വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാം. ഞാൻ മുമ്പൊക്കെ ഒരുപാട് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് ഇതേപോലെ വന്യമൃഗങ്ങളെയൊക്കെ കാണാമെന്ന് പറഞ്ഞ് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും പോയിട്ട് ഒന്നിനെയും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ വെറുതെ ഉറക്കം കളഞ്ഞ് പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പ്രത്യേകിച്ച് ഉറക്കമൊന്നും കളയാതെ നമ്മൾ സാധാരണ എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അപ്പോഴും കാണുന്ന കാര്യങ്ങൾ കാണാം, ഇല്ലെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം യാത്ര തുടരാം. അങ്ങനെ രാവിലത്തെ കാപ്പുകൂടി കഴിഞ്ഞു. 3 ദോശ, ഒരു ചായ, ഒരു വട, 84 രൂപ. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുവാണ്. ഈ കാണുന്നതാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. അതിമനോഹരമായിട്ടുള്ളൊരു മലനിരയെല്ലാം ബാക്കിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, കണ്ടില്ലേ? അങ്ങനെ മലകളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ് ഗൂഡല്ലൂർ. ഇവിടെ നിന്ന് നമുക്ക് ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ബസ് നോക്കാം. 3 സ്റ്റേറ്റുകളുടെയും ബസ് ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. KSRTC ബസ് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന ബസ്സാണ്. തമിഴ്നാടിൻ്റെ ബസ് ഊട്ടിക്ക് പോകുന്ന ബസ്സും. ഈ ബസ് ദിടക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ്. അതിനകത്ത് എല്ലാവരും നിറഞ്ഞിരിക്കുവാണ്, സീറ്റൊന്നുമില്ല. ഇത് മൈസൂർ വഴി ദിടക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു. നടുക്കായിട്ട് മൈസൂർ എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? മൈസൂരു ദിടക. യെസ്, അങ്ങനെ കുറച്ചു നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഒരു തമിഴ്നാടിൻ്റെ ബസ് വന്നിട്ടുണ്ട്. ഗുണ്ടൽപേട്ട് പോകുന്ന ബസ്സാണ്. ഇപ്പോഴെന്തായാലും ഈ ബസ്സിലേക്ക് കയറാം. ഇപ്പോഴും സമയം 11:30. അങ്ങനെ ഞാൻ കയറാൻ വേണ്ടി നിന്ന് ബസ് ഇതോ പോവുകയാണ്, കണ്ടില്ലേ? എനിക്കൊരു പണി കിട്ടി. എന്ന് വെച്ചാലേ, എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടിയതായിരുന്നു. അപ്പോഴൊരാൾ വന്ന് പറഞ്ഞു അയാൾ ഛർദ്ദിക്കും, അതുകൊണ്ട് വിൻഡോ സീറ്റിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ ആ വിൻഡോ സീറ്റിൽ ഇരുന്നു. അയാൾ ഇതോ ബസ്സിൽ സുഖമായിട്ട് യാത്ര ചെയ്ത് പോവുകയാണ്. സത്യത്തിൽ വലഞ്ഞതാരാ? ഞാൻ. അതുകൊണ്ട് ഓരോരോ പാഠങ്ങൾ പഠിക്കുക. ഇനി ആരെങ്കിലും വന്ന് ഛർദ്ദിക്കണം എന്ന് പറഞ്ഞ് വിൻഡോ സീറ്റ് ചോദിക്കുകയാണെങ്കിൽ പറയണം നമ്മളും ഛർദ്ദിക്കും എന്ന് പറയണം. അതുകൊണ്ടാണ് നമ്മൾ വിൻഡോ സീറ്റ് ഇരുന്നതെന്ന് പറഞ്ഞാൽ മതി. ആ ബുദ്ധി നേരത്തെ തോന്നിയില്ല. ഇനി അടുത്ത ബസ്സിൽ കയറുമ്പോൾ ഇത് പ്രയോഗിക്കാം. അപ്പോഴെന്തായാലും നമുക്കിനി അടുത്ത ബസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സത്യത്തിൽ ദേഷ്യം വരുന്നുണ്ട്. കുറച്ച് നേരം ബസ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇപ്പോൾ അതാ 12:45 റൂമിലിരുന്നാൽ മതിയായിരുന്നു. റൂമിലിരുന്ന് ചെയ്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. ഒരു കാര്യമില്ലാതെ വന്ന് നിന്ന് വെയിൽ കൊള്ളുവാണ്. അങ്ങനെ ഞാൻ കുറച്ചധികം നേരം ബസ് സ്റ്റാൻഡിൽ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നു. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2:30 വിശ്വാസം ഇല്ലെങ്കിൽ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, 2:45 2:45 പോകുന്നു. 11:30 ശേഷമുള്ള ഒരു ബസ് മിസ് ചെയ്തതാണ് ഇത്രയും വലിയ പ്രശ്നമായത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ബസ് സ്റ്റാൻഡിലിരുന്നു. എന്നിട്ട് ഫോണിൽ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതാ ഇവിടെ അടുത്തായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണി കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. 100 രൂപയുള്ളായിരുന്നു. 100 രൂപയ്ക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ദമ്മിനകത്തുള്ള ചിക്കൻ്റെ പീസ് ഉണ്ടായിരുന്നു, ഒരു മുട്ടയുണ്ടായിരുന്നു, സലാഡും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ 100 രൂപയ്ക്ക് ലാഭമായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിരിക്കുവാണ്. ധൃതിയൊന്നുമില്ല, വലിയ ധൃതിയൊന്നുമില്ല.
ഇനി ഇവിടെ നിന്ന് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുവാണ്. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഗുണ്ടൽപേട്ട്, എനിക്ക് ഈ പേരുകൾ തമ്മിൽ തിരിഞ്ഞു പോകും. ഗുണ്ടൽപേട്ട്, പിന്നെ ഉടുമലപ്പേട്ട്, അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഗുണ്ടൽപേട്ടും ഉടുമലപ്പേട്ടയും പിന്നെ ഗൂഡല്ലൂരും അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുടെ പേര് തമ്മിൽ തിരിഞ്ഞു പോകും. അതുകൊണ്ട് എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പം നമ്മൾ പോകുന്നത് ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. വിൻഡോ സീറ്റും പുല്ലൊന്നും ഇനി നോക്കുന്നില്ല, കിട്ടുന്ന സീറ്റ് ഇരുന്ന് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പെട്ടെന്നൊരു തമിഴ്നാടിൻ്റെ ബസ് വന്നു. അങ്ങനെ അതിലോട്ട് ചാടി കയറി. ഇഷ്ടംപോലെ സീറ്റും ഉണ്ട്, നമുക്ക് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോവാം. എന്തായാലും ഈ വണ്ടി കിട്ടിയത് കാര്യമായി. ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ ടിക്കറ്റും എടുത്തിരിക്കുവാണ്. 66 രൂപയാണ് ഗൂഡല്ലൂർ ടു ഗുണ്ടൽപേട്ട് ബസ് ടിക്കറ്റ് ചാർജ്. എന്തായാലും ഈ ഒരു ബസ് കിട്ടിയത് കാര്യമായി. നല്ലതുപോലെ വ്യൂ എല്ലാം കണ്ട് യാത്ര ചെയ്യാം. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിന്നാലും ഒരു നഷ്ടവുമില്ല. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ചെറിയ കയറ്റം തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കയറ്റം കയറിയിട്ടാണ്, അങ്ങനെ ആ ഒരു ചെറിയ കയറ്റം കയറിയിട്ടാണ് ബസ് പോകുന്നത്. ചെറുതല്ല കേട്ടോ, കുറച്ച് വലിയ കയറ്റമാണ്. അങ്ങനെ ബസ് വീണ്ടും കുറച്ച് ദൂരം മുന്നിലേക്ക് പോയപ്പോൾ ഇതാ കണ്ടില്ലേ, വലിയ വലിയ ലോറികളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. വലിയ വലിയ മലനിരകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഹൈ റേഞ്ചിലേക്ക് ഓട്ടോ ഓടുന്ന ലോറികളൊക്കെയാണ് ഈ കാണുന്നത്. ലോഡും പുറത്തു പോകുന്ന വണ്ടികളും കാലി വണ്ടികളും എല്ലാം ഉണ്ട്. സത്യത്തിൽ ഇത്രയും കാലിയായിട്ടൊരു ബസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. അത് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ലല്ലേ. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് ലോറികൾ വരി വരിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പോൾ കണ്ടില്ലേ, ഗൂഡല്ലൂർ ടൗണിൻ്റെ ആ ഒരു തിരക്കെല്ലാം മാറിയിട്ടുണ്ട്. ശരിക്കും ശാന്തതയുള്ള സ്ഥലത്തൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വഴി കൊള്ളാം. ഒരു തണുത്ത കാറ്റൊക്കെ ബസ്സിനകത്തേക്ക് അടിക്കുന്നുണ്ട്. ഡ്രൈവർ ചേട്ടൻ ഒരു പഴയ തമിഴ് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ട് നമുക്കങ്ങ് യാത്ര ചെയ്യാം. അങ്ങനെ ബസ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ചെറിയൊരു ടൗൺ എത്തിയിരിക്കുവാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് തുറപ്പള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒരു പെട്രോൾ പമ്പെല്ലാം ഉണ്ട്, കുറച്ചധികം കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ചെറിയൊരു ടൗണാണ് തുറപ്പള്ളി. മലയാളത്തിലും തമിഴിലും എല്ലാം ഹോട്ടലിൻ്റെ ബോർഡെല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ കാണുന്നത് ചെക്ക് പോസ്റ്റിൻ്റെ ആർച്ചാണ്. മുതുമലൈ ടൈഗർ റിസർവ്. ഇത് തമിഴ്നാടിൻ്റെ ടൈഗർ റിസർവ് ആണ്. മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കംസ് യു, അങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആർച്ചിനകത്തേക്ക് പ്രവേശിക്കുവാണ്. അങ്ങനെ നമ്മൾ വനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുവാണ്. മാനിൻ്റെയും പുലിയുടെ എല്ലാം ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് വീഡിയോ ഓണാക്കുമ്പോൾ ഓടിപ്പോകാതിരുന്നാൽ മതിയായിരുന്നു, കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിന്നാലും അതിനൊരു പ്രയോജനം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ തേക്കിൻ മരങ്ങളെല്ലാം കാണാം. എന്താ കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ കാണുന്നത് തേക്ക് മരങ്ങളാണ്, തേക്കിൻ കാടാണ്. തേക്ക് മരങ്ങളും നിൽപ്പുണ്ട്, അല്ലാത്ത മരങ്ങളും നിൽപ്പുണ്ട്, പേരറിയാത്ത മരങ്ങളും നിൽപ്പുണ്ട്. അതിന് നടുവിലൂടെയുള്ള ഈ ഒരു റോഡിലൂടെ പോകാൻ ഒരു പ്രത്യേക അനുഭവമാണ്. നല്ല നീറ്റായിട്ടുള്ള റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഹമ്പെല്ലാം ചെയ്തിട്ടുണ്ട്. ഓവർ സ്പീഡിൽ വന്ന് അപകടങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നല്ല റോഡായതുകൊണ്ട് ചവിട്ടി വിടും. മനുഷ്യർക്കല്ല അപകടം പറ്റുന്നത്, മൃഗങ്ങളെല്ലാം റോഡിന് കുറുകെ നിൽക്കുമ്പോഴേ അതിനെയൊക്കെ പോയി ഇടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെയുണ്ട് ഹമ്പ്, ഇടയ്ക്കിടയ്ക്ക് ഹമ്പുകളുണ്ട്. അതൊരു നല്ല കാര്യമാണ്. യെസ്, നമ്മുടെ വണ്ടിയും ഹമ്പിൽ ചാടിയിട്ടുണ്ട്. ചെറിയൊരു ആർച്ച് പാലമെല്ലാം ഉണ്ടായിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞു. ഇതെവിടെയായിട്ടൊരു കാട്ടുപോത്തിൻ്റെ പടമെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോസെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. അതാ മാൻ 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 മാൻ. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലമാണ് പ്രോപ്പർ മുതുമലൈ. മുതുമലൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനടുത്തായിട്ട് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. ഫോറസ്റ്റിൻ്റെ ക്വാർട്ടേഴ്സ് ആയിരിക്കാനാണ് സാധ്യത. അങ്ങനത്തെ കുറച്ച് ക്വാർട്ടേഴ്സുകളും കാര്യങ്ങളെല്ലാം കണ്ടായിരുന്നു. എന്തായാലും ഈ വഴി നല്ല തണലുണ്ട്. ഇത് പത്തലാണ് നിൽക്കുന്നത്. ഈ കാണുന്നത് വേലിപ്പത്തലാണ്, റൈറ്റ് സൈഡിൽ കാണുന്നത്.
വേലിപ്പത്തലിന്റെ വലിയ മരം. ഇതൊരു സീസണിൽ വയലറ്റ് കളർ പൂ പിടിക്കും. കണിക്കൊന്ന വയ്ക്കുന്ന നോക്കെ. ഇവിടെയൊക്കെ വന്ന് ആര് പറിക്കാനല്ലേ കണിക്കൊന്ന. അങ്ങനെ വേലിപ്പത്തലൊക്കെ വലിയ വലിയ ആൽമരത്തിന്റെ അത്രയായിട്ട് നിൽക്കുമായിരുന്നു. എൻ്റെ മൊഹമ്പ് ഇവിടെയായിട്ട് മാൻ നിപ്പുണ്ട്. സൂക്ഷിച്ച് നോക്കണം, എങ്കിലേ കാണത്തുള്ളൂ. കണ്ടില്ലേ വണ്ടി സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ദാ കണ്ടില്ലേ, അവിടെയൊക്കെ നിപ്പുണ്ട്. കൂടുതലായിട്ട് മാനിനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് യാത്ര ഒരു നഷ്ടവുമില്ല. കുറച്ചധികം മാനിനെ കാണാം, മയിലിനെ കാണാം. മയിൽ ഇവിടെയൊക്കെ നിപ്പുണ്ടായിരുന്നു. ചില മരങ്ങളൊക്കെ നല്ല ഉണങ്ങി നിൽക്കുമോ നോക്കേ. കണ്ണുകൾ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുവാണ്, ഏതെങ്കിലും വന്യമൃഗത്തിനെ കാണാൻ സാധിക്കുമോ എന്ന്. ഇവിടെ പെട്ടെന്ന് നോക്കിയോ കാണാം. അതാ അങ്ങനെ ഇവിടെ ആയിട്ടൊക്കെ നിപ്പുണ്ട്. കുരങ്ങന്മാരെല്ലാം റോഡിന്റെ നടുക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ. നോക്കെ, ഇഷ്ടം പോലെ കൂട്ടത്തിൽ ഒരുപാട് നിൽക്കുന്നുണ്ട്. നോക്കെ, ഇഷ്ടം പോലെ ഉണ്ട്. ബസ് സ്ലോ ചെയ്ത് തന്നു കേട്ടോ. എന്തായാലും താങ്ക് യു. ആന ദാ അങ്ങനെ അതിനെ കാണാൻ പറ്റി. അടിപൊളി. നോക്കേ, അവിടെ ആൾക്കാർ കുളിപ്പിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നല്ലോ. അത് വളർന്ന ആനയാണോ? ഉത്സവത്തിന് കൊണ്ടുവന്നതാന്ന് തോന്നല്ലോ. കാട്ടിൽ വളർത്തുന്നതായിരിക്കും, എന്താണെന്നറിയാൻ വയ്യ. എൻ്റെ അടുത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. അതെ, ഇവിടെ കുറെ ആനകളുണ്ടല്ലോ. അതാ ഇവിടെ ആൾക്കാരൊക്കെ കുളിപ്പിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, അതിന്റെ പുറത്തൊക്കെ കയറിയിരുന്ന് കുളിപ്പിക്കുന്നുണ്ട്. കുറെ ഉണ്ട് കേട്ടോ, കുറെ ആനകളുണ്ട്. ഇത് അവിടെയൊക്കെ ആയിട്ട് നോക്കിയാൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന. എന്തായാലും കൊള്ളാം. എനിക്കൊന്ന് ഇവിടെ താമസിക്കുന്നവരുമായിട്ട് നല്ല ഇണക്കത്തിലായിരിക്കാം. ഇവിടെ ആയിട്ട് കുറച്ചധികം ക്വാർട്ടേഴ്സ് എല്ലാം കാണാം. ക്വാർട്ടേഴ്സും പിന്നെ ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ട്രാവലറും അങ്ങനത്തെ വണ്ടികളെല്ലാം കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ട്രക്കിങ്ങും ജീപ്പ് സഫാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഏരിയ ആണ് ഇത്. ഇതാ കണ്ടില്ലേ, ഇവിടെ കുറച്ചധികം വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ജക്രാന്ത മരം പോലെ വേറൊരു ടൈപ്പ് മരം പൂത്ത് നിൽപ്പുണ്ട്. റെഡ് കളർ. ജക്രാന്ത ലാവൻഡർ കളറാണ്, പക്ഷേ ഇത് റെഡ് കളർ. എന്തൊക്കെ പറഞ്ഞാലും റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി റോഡാണ്. നല്ല മുട്ടായി പോലത്തെ റോഡ്. കറുത്ത റോഡിൽ വെള്ളവര. അതിന് രണ്ട് സൈഡിലായിട്ടും പച്ച കളറിൽ ഹരിതവനം. എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ റോഡിൽ മുന്നിലൂടെ പോകുമ്പോഴേ ഇവിടെയൊക്കെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, നോ ഫീഡിങ് എന്ന് വെച്ചാൽ വന്യമൃഗങ്ങൾക്കൊന്നും നമ്മളൊന്നും കൊടുക്കാൻ പാടില്ല, ആഹാര സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അതിനത് ശീലമാവും. പിന്നെ അത് സ്വന്തമായിട്ട് വേട്ടയാടിയൊന്നും കഴിക്കില്ല. ആൾക്കാർ എന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ. വീട്ടിൽ ചിലരുണ്ടല്ലോ ഒരു പണിക്കും പോകാതെ വാഴയായിട്ട് ജീവിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും ചിലവിൽ മാത്രമല്ലേ ജീവിക്കത്തുള്ളൂ. അവരെന്തെങ്കിലും പൈസ ചിലവിന് കൊടുത്തെങ്കിൽ മാത്രമല്ലേ അത് മേടിച്ച് ചിലവാക്കുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് അധ്വാനിച്ചൊന്നും ചെയ്യില്ലല്ലോ. മരപ്പാഴുകളായി പോവും. അതുകൊണ്ട് മൃഗങ്ങളും മരപ്പാഴുകളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇത് അവിടെയായിട്ട് കുറച്ച് മാൻകൂട്ടങ്ങളെ കാണാം. ഇതാ കണ്ടില്ലേ, അടിപൊളി. സൂവിൽ കാണുന്നത് പോലെ അല്ല കേട്ടോ. ഇത് നേരിട്ട് വനത്തിൽ വെച്ച് കാണുമ്പോഴുണ്ടല്ലോ, അത് നല്ലൊരു എന്താ പറയുന്നത്, അതിനൊരു ആരോഗ്യമുണ്ട്. സൂവിൽ കാണുമ്പോഴത്തേക്ക് അത് ഉറങ്ങി നിൽക്കുന്നത് പോലെയാണ്. നേരിട്ട് ഈ വനത്തിൽ വെച്ച് കാണുമ്പോഴത്തേക്ക് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നതാണ് കാണുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. മാനിനെ ഒരുപാട് കാണാം. അതാ ആന. ഇതാ നോക്കേ, കൊമ്പൻ അടിപൊളി. അതിനടുത്ത് ആരുമില്ല കേട്ടോ. അത് ഒറ്റയ്ക്ക് നിൽക്കുവാണ്, ഒറ്റ കൊമ്പൻ. അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡർ കഴിയുവാണ്. ഇതാ കണ്ടില്ലേ, ഉദുമലൈ ടൈഗർ റിസർവ് കഴിഞ്ഞു. ഇനിയുള്ളത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കയറുവാണ്. ഇവിടെ ആയിട്ടൊരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. കണ്ടില്ലേ, വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുവാണ്. ചെക്ക് പോസ്റ്റിനടുത്തായിട്ട് ഒരു ആർച്ച് പാലം എല്ലാം ഉണ്ട്. താഴെയായിട്ടൊരു നദി ഒഴുകി പോകുന്നുണ്ട്. വെള്ളമൊന്നുമില്ല, വറ്റിക്കിടക്കുവാണ്. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഓവർടേക്ക് ചെയ്യാതെ ഒരു പരിപാടി നടക്കില്ലല്ലോ. ഇതാ ഇവിടെ ആയിട്ട് ആർച്ചുണ്ട്, വെൽക്കം ടു കർണാടക.
കണ്ടില്ലേ? ഇവിടെ ആയിട്ട് വേറൊരു ആർച്ചും ഉണ്ട്, ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ആർച്ച്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അടിപൊളി ആർച്ചൊക്കെയാണ്. എന്തായാലും നമ്മൾ ടൈഗർ റിസർവിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുവാണ്. ഇവിടെ മാൻകൂട്ടങ്ങളെ കാണാം. മാൻകൂട്ടങ്ങൾക്കൊരു പഞ്ഞവും ഇല്ല, ഇവിടെ എല്ലാം ഉണ്ട്. സിംഹവാലൻ കുരങ്ങനെ കണ്ടു, സൂക്ഷിച്ചു നോക്കിയോ, കാണിച്ചു തരാം. ഇവിടെയോ ഞാൻ കണ്ടായിരുന്നു. ഇതായിരിക്കുന്നുണ്ടല്ലേ, കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ റോഡ് രണ്ടായിട്ട് തിരിയുന്നുണ്ട്. അതെന്താണ് സംഭവം? വൺ വേ വല്ലതും ആണോ? കാട്ടിലെ വൺ വേ ആണോ ഇത്? എന്തായാലും നോക്കാം. ആ റോഡ് അപ്പുറത്തെ വഴി കറങ്ങി തിരിഞ്ഞ് വന്ന് ചേരുമോ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു കാട്ടിലെ വൺ വേ ആണെന്ന്. കയറ്റം കയറി ചെല്ലുമ്പോൾ ആ റോഡ് വന്ന് ജോയിൻ ചെയ്യുമോ നമുക്ക് നോക്കാം. അതാ കണ്ടില്ലേ, യെസ്, ആ റോഡ് ഇപ്പുറത്തോട്ട് വന്ന് കയറും. അപ്പോഴും കാട്ടിലെ വൺ വേ ആയിരുന്നു. ഒരു മൈല് റോഡ് സൈഡിൽ നിൽപ്പുണ്ട്, സൂക്ഷിച്ച് നോക്കിയോ, കാണിച്ചു തരാം. ഇത് മൈൽ സോൺ ആണ്, കണ്ടില്ലേ? മൈലിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ആളും പേരൊക്കെ ഉള്ള ഒരു സ്ഥലം എത്തിയിരിക്കുവാണ്. ഇവിടെ ആയിട്ട് ക്വാർട്ടേഴ്സുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. മൈസൂർ ഇവിടെ നിന്ന് 77 കിലോമീറ്ററേ ഉള്ളൂ. ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണോ ഇവർ? എന്താണെന്നറിയില്ല. അങ്ങനെ എന്തായാലും ഇവിടെ കുറച്ച് ക്വാർട്ടേഴ്സുകളും അതേപോലത്തെ വീടുകളെല്ലാം ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാർട്ടേഴ്സൊക്കെ ആയിരിക്കാം, അല്ലാതെ കാട്ടിൽ വേറെ ക്വാർട്ടേഴ്സിന്റെ കാര്യമില്ലല്ലോ. നമ്മൾ ആ കണ്ട ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ലായിരുന്നോ? അവിടെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റും അങ്ങനത്തെ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴി വരുന്നവർക്ക് അത് യൂസ് ചെയ്യാം. അടുത്ത വേറൊരു വൺ വേ വന്നിരിക്കുവാണ്, കണ്ടില്ലേ? കീപ് ലെഫ്റ്റ്. ഇത് തീരെ വീതി കുറഞ്ഞ റോഡാണ്, കണ്ടില്ലേ? ചെറിയ റോഡാണ്. ബസ്സിന്റെ ഒരു ടയർ വെളിയിൽ ഇറക്കിയിട്ടാണ് ഓവർടേക്ക് ചെയ്തത്. കറക്റ്റ് ഒരു ബസ്സിന് പോകാനുള്ള വീതിയേ ഉള്ളൂ. ഇതാ അടുത്ത ഹമ്പ്. ചാട്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഇതാ അവിടെ വെച്ച് തിരിഞ്ഞ റോഡ് വീണ്ടും വന്ന് നമ്മുടെ ഈ റോഡിലേക്ക് കയറിയിരിക്കുവാണ്. ഓപ്പോസിറ്റ് സൈഡായിട്ടൊരു ബസ് വരുന്നുണ്ട്. അത് ഫോറസ്റ്റിന്റെ ബസ്സാണെന്നാണ് തോന്നുന്നത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചധികം ലോറികളെല്ലാം വരുന്നുണ്ട് ലോഡൊക്കെ ആയിട്ടെ. അങ്ങനത്തെ കാഴ്ച ഈ വനത്തിലൂടെ പോകുമ്പോഴൊരു പ്രത്യേക അനുഭവമാണ്, ഒരു കൈതി ഫീലാണ്. കർണാടകയുടെ ബസ്. ലെഫ്റ്റ് സൈഡിലായിട്ടൊരു മയിലിനെ കാണാം, പെട്ടെന്ന് നോക്കിക്കോ, ചിലപ്പോഴും കാണാം. ഇതാ കണ്ടില്ലേ? അങ്ങനത്തെ ഇവിടെയും ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ബസ്സൊന്നും തടയുന്നില്ല, അല്ലാതെ വരുന്ന പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ തടയുന്നുണ്ടായിരുന്നു. ഇവിടെ ആയിട്ട് ചെറിയൊരു സ്നാക്സ് ഒക്കെ ഉള്ള കടയുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട്. അങ്ങനെ ആളും അനക്കവും ആയിട്ടുണ്ട്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം കഴിഞ്ഞിട്ട്, ടൈഗർ റിസർവ് കഴിഞ്ഞിട്ട് ജനവാസ മേഖലയിലേക്ക് വന്നിരിക്കുവാണ്. ഇതാ കന്നുകാലികളെല്ലാം മേയിച്ചിട്ട് ഒരാൾ പോകുന്നത് കണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ? വീടുകളും കടകളും എല്ലാം കണ്ടു തുടങ്ങി. റോഡിന് വീതിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി ഓരോരോ കാഴ്ചകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ആർച്ച് കാണുന്നുണ്ട്. ആ മരങ്ങൾക്ക് എൻഡിലായിട്ടൊരു ആർച്ച് കാണുന്നുണ്ട്. എന്തോ ഒരു ഗോപാലസ്വാമി, വെൽക്കം ടു ഗോപാലസ്വാമി ഹിൽസ്, അവിടുന്ന് ലെഫ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുവാണ് കേട്ടോ. കർണാടക എഴുത്താണ്, കന്നഡ എഴുത്താണ് കംപ്ലീറ്റ്. സ്ഥലത്തിന്റെ പേര് മെയിൻ റോഡ് ഹങ്കാല. മെയിൻ റോഡ് ഹങ്കാല എന്നായിരുന്നു അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കടയിൽ. ഈ സൈഡിലായിട്ടുള്ള വീടുകളൊക്കെ നോക്കേ, കൊള്ളാം അല്ലേ? ഇത് എന്തൊക്കെയോ ഉണക്കാനിട്ടിട്ടുണ്ട്, ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഓരോരോ കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നിലേക്ക് പോവാം. റോഡ് അടിപൊളി റോഡ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത റോഡാണ്. അതിവിശാലമായിട്ട് കിടക്കുക. നോക്കേ, വണ്ടികളൊക്കെ കുറവാണ്. പോകുന്ന വണ്ടികളെല്ലാം അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ പോകുന്ന ബസ്സും അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്. ഇതെല്ലാം കൃഷിയിടങ്ങളാണ്. എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ട്. വാഴ, പിന്നെ വേറെന്തൊക്കെയോ ഉണ്ട്, ക്യാബേജും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ആയിട്ട് ഉഴുതു മറിച്ചിട്ടിരിക്കുവാണ്. എന്തൊക്കെയോ കൃഷി ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. ഇവിടെ ആയിട്ടൊരു പെട്രോൾ പമ്പുണ്ട്, നയാരയുടെ പെട്രോൾ പമ്പുണ്ട്. പെട്ടെന്ന് പോകുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ആ ഒരു ജനവാസ മേഖല കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും വിജനതയിലേക്ക് കയറിയിരിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റിന്റെ ജിപ്സിയൊക്കെ വരുന്നത് കാണാം. എന്തൊക്കെയോ ചാക്കിനകത്തൊരു വണ്ടിയിൽ പോകുന്നുണ്ട്. അവിടെ ആയിട്ടൊരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണ്? ഗുണ്ടൽപേട്ടിന് 3 കിലോമീറ്ററേ ഉള്ളൂ, മൈസൂര് 60 കിലോമീറ്ററും. ഇവിടെ ആയിട്ടൊരു ആർച്ച് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു ഗുണ്ടൽപേട്ട്. ആ ആർച്ചിനകത്തേക്ക് കയറിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നു. ഒരു ടൗൺ എത്തിയിരിക്കുവാണ്, ഗുണ്ടൽപേട്ട്. ഗുണ്ടൽപേട്ടിന്റെ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ ആയിട്ടൊരു സിനിമാ തിയേറ്ററെല്ലാം ഉണ്ട്. കൊള്ളാലോ, ഒരു പഴയ സിനിമാ തിയേറ്റർ. 1952 തിയേറ്ററാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് മുന്നേ നമ്മൾ നല്ലൊരു വന അന്തരീക്ഷത്തിലായിരുന്നു. ഇപ്പോഴും നോക്കേ നല്ലൊരു ടൗണിലേക്ക് വന്നിരിക്കുവാണ്. അത് കൊള്ളാം അല്ലേ? അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തിയിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ബസ് ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിനകത്തേക്ക് വളഞ്ഞ് കയറിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ വന്യതയെല്ലാം ആസ്വദിച്ചിട്ട് ഇപ്പോൾ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്നും 60 കിലോമീറ്ററേ ഉള്ളൂ മൈസൂരേക്കുള്ള ദൂരം. അപ്പോൾ ഞാൻ മൈസൂർ പോയി സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. മൈസൂർ എനിക്ക് തോന്നുന്നു ഒരു 7 മണി അടുപ്പിച്ചെത്തുമെന്നാണ് തോന്നുന്നത്. അപ്പോഴെന്തായാലും മൈസൂർ പോയി സ്റ്റേ ചെയ്തിട്ട് ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴെന്തായാലും ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി നമുക്ക് മൈസൂരേക്ക് വിടാം. അങ്ങനെ ഞാൻ ഒരു ബസ്സിൽ സീറ്റ് പിടിച്ചിരിക്കുവാണ്. ഇവിടെ ആയിട്ട് നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? 85 രൂപയാണ് മൈസൂർ വരെ പോകുന്നതിന് ചാർജ്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ബസ്സിൽ കയറി മൈസൂരേക്ക് വിടാം, അവിടെ പോയി സ്റ്റേ ചെയ്യാം. അതാണ് എൻ്റെ പ്ലാൻ. ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിനകത്തായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, ശ്രീ ഗുരു രാഘവേന്ദ്ര ഭവൻ. പിന്നെ ഒരു കർണാടക ബാങ്കിൻ്റെ ATM എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മുടെ ബസ്സിൽ ഡ്രൈവർ കയറിയിട്ടുണ്ട്. ഡ്രൈവറും കണ്ടക്ടറും ഒരാൾ തന്നെയാണ്, ഓൾറൗണ്ടറാണ്. അദ്ദേഹം തന്നെയാണ് നമുക്ക് ടിക്കറ്റിന് തന്നത്. 82 രൂപയാണ് മൈസൂർ വരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗൂഗിൾ പേ ഉണ്ട്. കർണാടകയുടെ ബസ്സിൻ്റെ ഒരു ഗുണം അതാണ്. ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒട്ടുമിക്ക വാഹനങ്ങളിലും ലഭ്യമാണ്. അങ്ങനെ ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മുടെ വണ്ടി മുന്നിലേക്ക് പോവുകയാണ്. നോൺ സ്റ്റോപ്പ് സർവീസാണ്, വേറെ എവിടെയും സ്റ്റോപ്പില്ലെന്നാണ് വിശ്വാസം. കണ്ടില്ലേ, അദ്ദേഹം ടിക്കറ്റിന് വേണ്ടി വിളിച്ച് പറയുവാണ്. വേറെ കണ്ടക്ടറൊന്നുമില്ല, അത് കൊള്ളാം അല്ലേ? അങ്ങനെ നമ്മുടെ ബസ് ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുവാണ്. അങ്ങനെ നമുക്ക് പയ്യെ കാഴ്ചകൾ കണ്ടല്ല, സ്പീഡിൽ കാഴ്ചകൾ കണ്ടുപോവാം. നോൺ സ്റ്റോപ്പ് അല്ലേ? ഇവിടെ ആയിട്ടൊരു സ്കൂൾ ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. അവിടെ കുറച്ച് കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ട്. കുട്ടികളും എല്ലാവരും ഉണ്ട്, പയ്യന്മാരും എല്ലാവരും ഉണ്ട്. ഹോൺ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് കേട്ടോ, കിടിലം ഹോണാണ്. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് ടൗണിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി റോഡ് കുറച്ച് വിശാലമായിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളി റോഡാണ്. റോഡിൻ്റെ സൈഡിലായിട്ട് നോക്കി കന്നുകാലിയെല്ലാം മേച്ചിട്ട് പോകുന്നൊരു കർഷകനെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് മുന്നിലേക്ക് പോവാം. കർണാടക ബസ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാലേ, ഗ്ലാസ് കണ്ടില്ലേ? ഗ്ലാസ് ചെറിയ ഗ്ലാസ്സാണ്, എന്ന് വെച്ചാൽ കാറിൻ്റെ ഗ്ലാസ് പോലത്തെ ഗ്ലാസ്സാണ്. ഒതുക്കമുള്ള ബസ്സാണ് കർണാടക ബസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല ലെഗ് സ്പേസുമാണ്. ഇവിടെ എല്ലാമായിട്ട് കൃഷിയിടങ്ങളാണ്. വാഴക്കൃഷിയാണ് ആ കാണുന്നത്. വാഴക്കൃഷിയുണ്ട്, തെങ്ങും തോപ്പുണ്ട്. അങ്ങനത്തെ പലതരം കൃഷിയിടങ്ങൾ നമ്മൾ പോകുന്ന വഴിയിലായിട്ട് കാണാം. കുറേ വിജനമായിട്ടുള്ള ഏരിയകളും ഉണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങളിങ്ങനെ വെറുതെ കിടപ്പുണ്ട്. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ കൃഷിയിടങ്ങളുണ്ട്. അങ്ങനെയുള്ള ഓരോരോ കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാം. ഇവിടെ ആയിട്ടൊരു അമ്പലത്തിൻ്റെ ആർച്ചാണ് കണ്ടത്. ഡ്രൈവർക്ക് നോക്കി ഓടിക്കാൻ വേണ്ടിയിട്ട് റയർ ക്യാമറ എല്ലാം ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ ആയിട്ട് ഡിസ്പ്ലേയിൽ റോഡെല്ലാം കാണുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ കാറിലൊക്കെ ഉള്ളതുപോലെ ബസ്സിലും ഉണ്ട്. അതെന്തായാലും കൊള്ളാം. അങ്ങനെ കുറച്ച് ദൂരം വന്നതിന് ശേഷം ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വളഞ്ഞു കയറിയിരിക്കുവാണ്. നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ബസ് വേറെ സ്റ്റോപ്പിൽ നിർത്തിയല്ലോ. എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഇതേപോലത്തെ സ്റ്റാൻഡുകളിലേ കയറുള്ളായിരിക്കാം. അങ്ങനെ ഒരു സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ബാക്കിലും ഒരു ബസ് വന്ന് നിൽപ്പുണ്ട്. ആ ബസ്സും പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബസ്സും ഇപ്പോഴും പുറപ്പെടും. യെസ്, അങ്ങനെ നമ്മുടെ ബസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണിത്. ഇതെവിടെയായിട്ട് പാനിപൂരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആ ഒരു ചെറിയ കടയും ഉണ്ട്. പിന്നെ കുറച്ചധികം
കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് കന്നഡയിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ബേഗൂർ BEGUR ബേഗൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ബോർഡ് കണ്ടു. ഇവിടെ ആയിട്ടൊരു മുസ്ലിം പള്ളിയെല്ലാം ഉണ്ട്. ഇവിടെ ആയിട്ട് പഞ്ചർ കടയും പിന്നെ അല്ലാത്ത ട്രാക്ടറിൻ്റെ വർക്ക്ഷോപ്പൊക്കെയാണ്. ഇവിടെ കൂടുതലും കൃഷിയാണ് ആൾക്കാർ ആശ്രയിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് ട്രാക്ടറിൻ്റെ വർക്ക്ഷോപ്പുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം ആയിട്ട് കാണുന്നത് കൃഷിയിടങ്ങളാണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം, കുറച്ചധികം ദൂരമല്ല, ഒരു 40 കിലോമീറ്റർ യാത്ര ചെയ്തു. അപ്പോഴ് ഒരു റെയിൽവേ ട്രാക്കെല്ലാം കാണുന്നുണ്ട്. ഇതോ ആ കാണുന്ന ബ്രിഡ്ജ്, ആദ്യം കാണുന്നതല്ല, രണ്ടാമത് കാണുന്ന ബ്രിഡ്ജ് റെയിൽവേ ട്രാക്കിൻ്റെ ബ്രിഡ്ജാണ്. ഫസ്റ്റ് കാണുന്നത് ഒരു അക്വഡക്റ്റ് ആയിരുന്നു. ഈ മുകളിൽ പോകുന്നത് ഒരു റെയിൽവേ ബ്രിഡ്ജാണ്. നമ്മളീ പോകുന്ന വഴിയിലെല്ലാം നമ്മുടെ KSRTC ബസ് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ KSRTC ബസ്. അത് എനിക്ക് തോന്നുന്നു മൈസൂർ വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊന്നെ, എന്ത് വലിയ കാള! ഒരെണ്ണം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഹെവി സൈസ്. ഇതെവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു വൈബുള്ളൊരു ഏരിയ ആണിത്. കുറച്ച് കച്ചവടങ്ങളും ആൽത്തറയൊക്കെ ആയിട്ട്. യെസ് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തെ ഇവിടെ ആയിട്ടൊരു ടോൾ പ്ലാസ എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ബസ്സിന് ടോളൊന്നും എടുക്കാത്തത് കൊണ്ട് വളഞ്ഞു തിരിഞ്ഞൊരു സൈഡിലൂടെ പോവുകയാണ്. അങ്ങനെ ഈ ടോളിനോട് ചേർന്ന് കുറച്ച് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണ്ടില്ലേ, ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടോൾ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. ഇവിടെ ആയിട്ടൊരു പ്യൂർ വെജ് കാണുന്നുണ്ട്, ആശീർവാദ് ഹോട്ടൽ. അത്യാവശ്യം വലിയൊരു ഹോട്ടലാണല്ലോ. അതിനോട് ചേർന്ന് തന്നെ ഒരു പെട്രോൾ പമ്പും ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ മൈസൂരിലേക്ക് പ്രവേശിച്ചിരിക്കുവാണ്. ഇനി ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ മൈസൂർ ബസ് സ്റ്റാൻഡിലേക്ക്. തിരക്കെല്ലാം അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. റോഡിൽ ചെറിയ ബ്ലോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മൈസൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം 6:35 ആയിട്ടുണ്ട്. ഇന്നിനിയിപ്പം ഇവിടെ ഒന്നും ഞാൻ കറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് എവിടെയെങ്കിലും റൂമിൽ സ്റ്റേ ചെയ്തതിന് ശേഷം നാളെയാണ് കറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് വലഞ്ഞതിന് ശേഷം ഒരിടത്ത് റൂം കിട്ടി. 500 രൂപയാണ് റൂമിന്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമാണ്. ഈ മൈസൂർ ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തെല്ലാം ഇറങ്ങി വന്ന് നടന്നായിരുന്നു. അപ്പോഴെല്ലായിടത്തും 800, 900 അങ്ങനെയൊക്കെയാണ് പറയുന്നത് സിംഗിൾ റൂമിന്. പക്ഷേ ഞാനിങ്ങനെ കുറച്ച് നടന്നൊന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയായിരുന്നു 500 രൂപയ്ക്ക് റൂം. എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിന് ഇപ്പുറത്തായിട്ടൊരു വഴിയുണ്ട്, ഒരു CSI പള്ളിയുണ്ട്. അതിന് ഓപ്പോസിറ്റ് സൈഡായിട്ടൊരു വഴിയുണ്ട്. ആ വഴി നേരെ പോകുമ്പോൾ കുറച്ച് കുറഞ്ഞ റേറ്റുള്ള ലോഡ്ജും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ ഒരു ലോഡ്ജിലാണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. അപ്പോഴെന്തായാലും ഞാനിനി ഇന്നത്തെ ദിവസം പുറത്തോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ ലൈറ്റ് ഷോയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇനിയിപ്പോൾ പോകുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് ബാക്കി നാളത്തെ കാര്യം എന്താണെന്ന് ആലോചിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ രാത്രി ഞാൻ കഴിക്കുന്ന ഫുഡ് ഏതാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇങ്ങനെ കൂട്ടിച്ചേർത്തേക്കാം. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.